അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, കേരളക്കരയിലെ പ്രഗത്ഭ വാഗ്മിയും പ്രഭാഷകനും ബഹുമാന്യനും ആദരണീയനുമായ ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ് അവറുകൾ ഇന്നലെ മരണപ്പെട്ടു പോയ വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. ബഹുമാന്യനും ആദരണീയനുമായ ഉസ്താദ് തന്റെ ജീവിതത്തിൽ ഏറെ സൂക്ഷ്മത പുലർത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അലംഘനീയമായ ഒരു കഴിവ് കൊടുത്തു. പ്രഭാഷക മേഖലയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു അത്യുത്ഭുത പ്രതിഭയുമായിരുന്നു ബഹുമാന്യനായ ഉസ്താദ്. ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഉസ്താദ് അവറുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണത്തിലെ മികവ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ മനഃപ്പാഠമാക്കിയിരുന്ന മികവ്, ഉസ്താദുമാരുടെ ഒക്കെയും ഇടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള ഹിഫ്ളായിരുന്നു ബഹുമാന്യനായ ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെത്. ഉസ്താദിന്റെ ഹിഫ്ളിനെ കുറിച്ച് വലിയ വലിയ പണ്ഡിതന്മാർ പോലും സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. മഹത്തുക്കളായ ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ട്, മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ ഹിഫ്ള് നല്ല ഖുവ്വത്തുള്ള ഹിഫ്ളാണ്, നല്ല മനഃപ്പാഠമുള്ള ഹിഫ്ളാണ് എന്ന് ബഹുമാന്യരായ ഉസ്താദുമാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കണം. മലപ്പുറം ജില്ലയിൽ വാള് കഴിഞ്ഞിട്ട് ഉസ്താദ് അവറുകൾ വീട്ടിലേക്ക് ചെന്ന് 4 മണിയായപ്പോൾ വീട്ടിലെത്തി. സുബഹി നമസ്കാരം കഴിഞ്ഞു. ഉസ്താദിന് വന്ന നെഞ്ചുവേദന. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങവേ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉസ്താദ് അവർക്ക് ഉണ്ടായത്. ഇതാണ് മരണകാരണം. കൂടെയുള്ളവരും ബന്ധപ്പെട്ടവരും ഒക്കെ പറഞ്ഞത്, അറിയാൻ കഴിഞ്ഞത്, അറ്റാക്ക് വന്നിട്ടാണ് ഉസ്താദ് അവർക്ക് മരണപ്പെട്ടു പോയതെന്നാണ്. വളരെ ഗാംഭീര്യ സ്വരമുള്ള, എന്നാൽ എളിമയുടെയും വളരെയധികം ഒരു വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖഭാവമുള്ള, നല്ല മൈലാഞ്ചികൾ കൊണ്ട് സുന്നത്താക്കപ്പെട്ട, മൈലാഞ്ചി തേക്കപ്പെട്ട താടികളുള്ള ഉസ്താദ് അവറുകൾ, എല്ലാ തരത്തിലും സുന്നത്തുകളെ പിൻപറ്റിയിരുന്ന ഉസ്താദ് അവറുകൾ നമ്മൾ വിട്ടു പോയിരിക്കുന്നു. വളരെയധികം വിഷമം തോന്നാണ് പ്രിയപ്പെട്ടത്. കാരണം ഞങ്ങൾക്ക് ഉസ്താദ് അവറുകളുടെ പ്രഭാഷണങ്ങൾ ഒരുപാട് കേൾക്കുന്നവരാണ്. ആലിമീങ്ങൾ തന്നെ, ആലിമീങ്ങളായ ആളുകൾ, സാധാരണക്കാർ കേൾക്കുന്നതിന് പുറമെ ആലിമീങ്ങളായ ആളുകൾ, ബഹുമാന്യനും ആദരണീയമായ ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ് അവറുകളുടെ പ്രഭാഷണങ്ങൾ ഏറെ ഞങ്ങൾ കേൾക്കുന്നവരാണ്. അത് കേൾക്കുന്ന സാഹചര്യത്തിൽ സാധാരണ പ്രഭാഷകന്മാരെ പോലെ അല്ലാത്ത ഒരു വേറിട്ട ശൈലിയും ഒരു വേറിട്ട വിഷയങ്ങളും വളരെ ലളിതവും സരളവുമായ രൂപത്തിൽ ബഹുമാന്യനും ആദരണീയമായ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നറിയുമ്പോൾ പ്രിയപ്പെട്ടവർ വല്ലാത്ത വിഷമമാണ്. ഉസ്താദ് മരിക്കുന്ന ദിവസത്തെ അന്നേ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രിയിൽ ഉസ്താദിന് കർണാടക ജില്ലയിലായിരുന്നു വാളുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ ഖദർ ഖലാ ഒരാൾക്കും തട്ടിമാറ്റാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അള്ളാഹു താല വിധിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യുമല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന യഥാർത്ഥ വിഷയം നമ്മൾ പലപ്പോഴും മറന്നു പോകാറാണ് പതിവ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഓരോ മരണങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ മരണം നമുക്ക് സംഭവിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മുഅ്മിനിന്റെയും മനസ്സിൽ ഉണ്ടാകേണ്ടതെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, അത് എപ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു രോഗവുമില്ലാത്ത മനുഷ്യനാണ് മരിച്ചു പോകുന്നത്. ബഹുമാന്യനായ ഉസ്താദ് ആഫിയത്തോടു കൂടി നടന്നു പോയിരുന്ന മനുഷ്യനാണ്. ആഫിയത്തുള്ള, ഒരു രോഗവും ഉണ്ടായിരുന്നില്ലാത്ത മനുഷ്യൻ, ഒരു പനി ഇല്ലായിരുന്ന മനുഷ്യനാണ് ബഹുമാന്യനായ ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ്. ചിന്തിച്ചു നോക്കണം. സന്തോഷത്തോടു കൂടി മലപ്പുറം ജില്ലയിൽ നിന്ന് വാള് കഴിഞ്ഞ് അവരോടൊക്കെയും സലാം പറഞ്ഞ് ദുആ ചെയ്ത് ഖബറിനെ കുറിച്ച് പറഞ്ഞ്, മഹ്ശറയെ കുറിച്ച് പറഞ്ഞ്, ആഖിറത്തെ കുറിച്ച്, ദീനിനെ കുറിച്ചൊക്കെ ഇൽമു പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഉസ്താദ് തിരിച്ച് ഇൽമിന്റെ വഴിയിൽ തന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് നമസ്കരിച്ച് കഴിഞ്ഞൊക്കെ മരണപ്പെടുന്ന ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വളരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മരണമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകും. നമുക്കൊക്കെ ദുആ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ അതുപോലൊരു മരണം നമുക്ക് കിട്ടണം. ഉസ്താദ് അവറുകളെ കുറിച്ച് വാനോളം ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഉസ്താദിനെ കുറിച്ച് വളരെയധികം വിനയം ജീവിതത്തിൽ കൊണ്ട് നടന്ന, നല്ല സുന്ദരനായ, സുമുഖനായ, നല്ല വിനയത്തിന്റെ മുഖമുള്ള, പ്രകാശമുള്ള, ഇൽമിന്റെ നൂറാനിയത്ത് മുഖത്തുകൊണ്ട് നടക്കുന്ന ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ മരണപ്പെട്ടു പോയ വാർത്ത കേട്ടപ്പോ പലർക്കും അത് ഉൾക്കൊള്ളാനും പലർക്കും അത് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും കഴിഞ്ഞില്ല പ്രിയപ്പെട്ട. കാരണം ഇന്നലെ വരെ നമ്മളോട് നല്ല രൂപത്തിൽ പുഞ്ചിരിച്ച് ചിരിച്ചു കളിച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ ഇന്ന് ഇല്ല എന്ന് പറയുമ്പോഴുള്ള വല്ലാത്തൊരു അവസ്ഥ ഉസ്താദ് ഓർക്കുന്നില്ലല്ലോ. മലപ്പുറം ജില്ലയിൽ വാള് പറയുന്ന സാഹചര്യത്തിൽ ഉസ്താദ് ഓർക്കുന്നില്ല. നാളത്തെ ദിവസം കർണാടകയിലെ വാള് പറയാൻ ഞാൻ ഉണ്ടാകില്ല റബ്ബെ, ആ സമയത്ത് ഞാൻ ഖബറിലായിരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത ഉസ്താദിന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകുമോ എന്നറിയില്ല. നമ്മളുടെ അവസ്ഥ അത് തന്നെയാണ്. നമ്മൾ ഇന്നേ ദിവസം ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു, നാളത്തെ ദിവസം ഇതേ സമയത്ത് നാളെ നമ്മൾ എവിടെയായിരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യന്റെ ജീവിതം അതാണ്. ഒരു കുഴപ്പവുമില്ലാത്ത ആളുകൾ
മരണപ്പെട്ടു പോകുന്നു. എന്നാൽ ഒരു കവി പാടിയതുപോലെ ഒരു രോഗമുള്ള ആളുകൾ കാലങ്ങളോളം ജീവിക്കുന്നു, ഒരു കുഴപ്പവുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു കവി പാടിയതുപോലെ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് നമുക്ക് മരണം വന്ന് ഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബർ സന്തോഷത്തിലും സൗഭാഗ്യത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമിന്റെ വഴിയിലാണല്ലോ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടത്. ഇൽമ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, വാള് പറയുന്ന, വളരെയധികം വാഗ്മിയും പ്രഭാഷണം, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാലും കണ്ണ് നിറയുന്ന മനുഷ്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെയൊക്കെയും പ്രതിഫലം ആ ഖബറിലാണ് തമ്പുരാൻ അള്ളാഹു തആല ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതിന്റെ ഒക്കെയും പ്രതിഫലം ഇൽമിന്റെ ബറക്കത്തെ, ഇൽമ പഠിച്ചതിന്റെ, അത് പറഞ്ഞു കൊടുത്തതിന്റെ, ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കുകയും അത് കേട്ടവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത മുഴുവൻ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാന്യനായ ഉസ്താദ് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ ഖബറിലേക്ക് ചെല്ലുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി ഒന്നും ഖബറിലേക്ക് എത്തില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിലൊന്നെന്താ? സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കയാണ്. 2 ദുആ ചെയ്യുന്ന സോലിഹായ സന്താനം. 3 ഉപകാരപ്പെട്ട അറിവാണ്. പ്രിയപ്പെട്ടവരെ, മറ്റെന്ത് ചെന്നില്ലെങ്കിലും നമുക്ക് ഉറപ്പിച്ചു പറയാം ഇൽമ അവിടെ എത്തുമെന്നുള്ള കാര്യം. ഉസ്താദ് അത്രയധികം വലിയ നല്ല ഒരു ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്ന നല്ലൊരു വായിലായിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പൊ അതിന്റെ ഒക്കെയും പ്രതിഫലം അള്ളാഹു ആ ഖബറിൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആയോടെ ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നമുക്കൊക്കെയും നല്ല ആഖിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രൂപത്തിൽ, നല്ല സമയത്തിൽ, നല്ല നിമിഷത്തിൽ, നല്ല നോമ്പുകാരായ നിലയിൽ ഖുർആൻ ഓതി സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലിയൊക്കെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.